നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. കാനഡയിൽ ഡിവോഴ്സ് കേസുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. വിവാഹമോചനം മൂലം നേരിടേണ്ടി വരുന്ന അമിതമായ ചെലവാണ് ഡിവോഴ്സ് കേസുകൾ കുറയാനുള്ള പ്രധാന കാരണം. 1990കളിലാണ് വിവാഹമോചന നിരക്ക് ഗണ്യമായി കുറയുന്നത്. 2020ഓടെ കാനഡയിൽ ഏകദേശം 43,000 വിവാഹമോചനങ്ങളാണ് കോടതി അനുവദിച്ചത്. കോവിഡ് പാൻഡമിക്കും കനത്ത ജീവിത ചെലവും തൊഴിൽ ദൌർലഭ്യവുമാണ് പ്രധാനമായും ഡിവോഴ്സ് കേസുകൾ കുറയാനുള്ള കാരണമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓന്റാരിയോയിൽ എല്ലാവർക്കും എമർജൻസി അലർട്ട് സിസ്റ്റം ടെസ്റ്റ് എത്തിക്കാൻ സാധിച്ചില്ല. കാനഡയുടെ ദേശീയ അടിയന്തര മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഒരു പരീക്ഷണം ബുധനാഴ്ച ഓന്റാരിയോയിലുടനീളം ആസൂത്രണം ചെയ്തതുപോലെ നടത്താൻ സാധിച്ചില്ല. സെൽഫോൺ, TV, റേഡിയോ പ്രക്ഷേപണങ്ങൾ വഴിയും ഉച്ചയ്ക്ക് 12:55 ഒരു ടെസ്റ്റ് അലർട്ട് ലഭിക്കേണ്ടതായിരുന്നു. പ്രഖ്യാപിച്ച പോലെ ചിലർക്ക് അലർട്ടുകളൊന്നും ലഭ്യമായിട്ടില്ലെന്ന് ഒരു വിഭാഗം പേർ അഭിപ്രായപ്പെട്ടു. ചുഴലിക്കാറ്റുകൾ, വെള്ളപ്പൊക്കം, തീപിടുത്തങ്ങൾ തുടങ്ങിയ ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ ഈ സംവിധാനം സഹായിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. സ്കാർബറോയിൽ ട്രക്കുകൾക്ക് നേരെ വെടിവെപ്പ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് സ്കാർബറോയിലെ സ്റ്റീൽസ് അവന്യൂ വെസ്റ്റിനും മാർഖം റോഡിനും സമീപമുള്ള പ്ലാസ പാർക്കിംഗ് സ്ഥലത്ത് 2 ട്രക്കുകൾക്ക് നേരെ വെടിയുതിർത്തതിനെ തുടർന്ന് ടൊറന്റോ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉച്ചകഴിഞ്ഞ് 3:30 ശേഷമാണ് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിക്കുന്നത്. ഇരുണ്ട നിറത്തിലുള്ള വാഹനത്തിലെത്തിയ ഒരാൾ 2 ട്രക്കുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് പോലീസിൽ നിന്നുള്ള പ്രാഥമിക റിപ്പോർട്ടുകൾ. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൌസ്, മിസിസാഗ, ജോജു അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, കണ്ണൂർക്കാരന്റെ തൊട്ടുകട, ഡ്യൂപോണ്ട് സ്ട്രീറ്റ്, ടൊറന്റോ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.